എത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പാലക്കാടുള്ള ഓഫീസിലേക്ക് അരുണെ, ഒരു സംശയം കൂടി. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കുന്നത്തൂർ മേടിൽ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ അവിടെ മറ്റ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ ക്യൂ ഉണ്ടായിരുന്നോ, അതോ ഇദ്ദേഹം ആളൊഴിഞ്ഞ സമയത്ത് കൃത്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ അവിടെ വോട്ട് ചെയ്യാനെത്തിയത്? യെസ്, 14 ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വോട്ട് ചെയ്യാനെത്തിയിരിക്കുന്നു. കേരള പോലീസ് മഷിയിട്ട് നോക്കി നടന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള പോലീസിനെ മൂക്കിൻ തുമ്പത്ത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് റിലാക്സ് ആയ ശേഷം MLA ഓഫീസിലെത്തിയിരിക്കുന്നു. 15 ദിവസത്തിന് ശേഷം എവിടെ നിന്നാണോ മുങ്ങിയത് അവിടെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊങ്ങിയിരിക്കുന്നു. രണ്ട് ബലാത്സംഗ പരാതികളാണ് കേരള പോലീസിന് കീഴിൽ രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോഴും അതിന്റെ യാതൊരുവിധ ഭാവഭേദമോ മറ്റൊരു കുറ്റബോധവും ഇല്ലാതെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾക്കാണ് കേരളം സാക്ഷിയാകുന്നത്. രണ്ട് ബലാത്സംഗ പരാതികളിൽ ആരോപണ വിധേയനായ ഓഡിയോ സന്ദേശമടക്കം കൃത്യമായ തെളിവുകളടക്കം മാധ്യമങ്ങൾ പുറത്തുവിട്ട അതേ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് വോട്ട് ചെയ്യാനെത്തിയിരിക്കുന്നു. കേരള പോലീസിനെ കളിയാക്കി, കേരള പോലീസിനെ മാത്രമല്ല കേരള ജനതയെ ഒന്നടങ്കം കളിയാക്കിക്കൊണ്ട് അവരെ കൊഞ്ഞനം കുത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അത്ര ധൈര്യത്തോടെ അത്ര കോൺഫിഡൻസോടുകൂടി പാലക്കാടിന്റെ മണ്ണിൽ കാലുകുത്തിയത്. ഷാഫി പറമ്പിലിനോടക്കം രാവിലെ ചോദിച്ചിരുന്നു, രാഹുൽ എത്തുമോ? രാഹുൽ എത്തില്ല, അദ്ദേഹം കോൺഗ്രസിന്റെ അംഗമല്ല എന്ന് പറഞ്ഞ അതേ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള അതേ സ്ക്വാഡാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ കവചമൊരുക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ 5 മണിക്ക് വോട്ട് ചെയ്യാൻ എത്താൻ പറഞ്ഞത്. എന്തായാലും കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിട്ടും കുടുംബത്തിൽ നിന്നും പുറത്താക്കിയിട്ടും ആ മകനെ അങ്ങ് വല്ലാതെ ചേർത്ത് പിടിക്കുകയാണ് കോൺഗ്രസും. ഒപ്പം സർക്കാരിന്റെ കാര്യം കൂടി പറയണം. ശബരിമല സ്വർണ്ണ കവർച്ച, Party has expelled you. Did you expect such a strong this from party side? മുൻകൂർ ജാമ്യം തള്ളിയത് തൊട്ട് പിന്നാലെ ഒരു നിമിഷം പോലും കാത്തിരിക്കാതെയാണ് പാർട്ടി പുറത്താക്കിയത്. അപ്പൊ അങ്ങനെ ഒരു നടപടി പ്രതീക്ഷിച്ചിരുന്നോ? Did you expect such a strong reaction from party? Since day one they were supporting you, but finally when the anticipatory bail was rejected, the party expelled you. What do you have to say on that? Did you expect such a strong reaction? ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ഓഫീസിൽ എത്തിയിരിക്കുന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാതെ ഒരു പുഞ്ചിരി, വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പുഞ്ചിരി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞു, പറഞ്ഞല്ലോ, മറുപടി ഓൾറെഡി പറഞ്ഞു മറുപടി പറഞ്ഞല്ലോ സാർ. നിങ്ങളുടെ അടുത്തല്ലേ മറുപടി പറഞ്ഞത്? നിങ്ങളുടെ അടുത്ത് മറുപടി പറഞ്ഞു കഴിഞ്ഞില്ലേ? അവർ തന്നെ മറുപടി പറഞ്ഞില്ലേ? ഒന്ന് മാറും മതി. ഇനി കുറച്ച് വിശ്രമമാകാം രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇനി കുറച്ച് വിശ്രമമാകാം, അതാണോ പറയുന്നത് അരുൺ?
പാലക്കാട് വോട്ട് ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് MLA വാഹനത്തിൽ ബൊക്കെ നൽകി സ്വീകരിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ, ഒപ്പം സംരക്ഷണ കവചമൊരുക്കിയത് കേരള പോലീസ്. ഇതാണ് കേരളത്തിലെ ആ കാഴ്ച. രണ്ട് ബലാത്സംഗ പരാതികളിലും ഒരു ഗർഭചിത്ര കേസിലും പ്രതിയായ ഒരു MLA ആണ് ഇത്തരത്തിലൊരു സംരക്ഷണ കവചമൊരുക്കി കോൺഗ്രസും. ഒരു വശത്ത് കോൺഗ്രസ് ചേർത്ത് പിടിക്കുന്നു, മറുവശത്ത് CPM പ്രവർത്തകർ ചേർത്ത് പിടിക്കുന്നു, സർക്കാർ ചേർത്ത് പിടിക്കുന്നു, കേരള പോലീസ് ചേർത്ത് പിടിക്കുന്നു, അതിജീവിതയെ ചേർത്ത് പിടിക്കാൻ ആരുണ്ട്? ഇതെല്ലാം അഴിഞ്ഞു വീഴുന്ന മുഖമൂടികളാണെന്ന് തന്നെ മനസ്സിലാകും പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അതാണിന്ന് പാലക്കാട് കണ്ടത്. പാലക്കാട് വോട്ട് ചെയ്യാനെത്തിയിരിക്കുന്നു. 14 ദിവസത്തെ സുഖ ജീവിതത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അതിനുശേഷം കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചായ കുടിക്കാൻ പോകുന്നു. പിന്നീട് അവിടെ നിന്നും 15 ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തുന്നു. ഒപ്പം വിശ്രമിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു റൂമിൽ കയറി കഥകടയ്ക്കുന്നു. മാധ്യമങ്ങളോടൊക്കെ ചിരിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടുള്ളൊരു പുഞ്ചിരിയാണ് മാധ്യമങ്ങൾക്ക് സമ്മാനിച്ചത്. എന്തായാലും ഇപ്പോൾ അരുൺ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും MLA ഓഫീസിലെത്തി ഇരുന്നു, വിശ്രമിക്കാൻ പോകുന്നു. അപ്പോൾ MLA സീറ്റ് ഒഴിയില്ല, MLA സ്ഥാനം ഒഴിയില്ല എന്ന് വ്യക്തം തന്നെയല്ലേ അരുൺ? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നിരവധി പെൺകുട്ടികളുടെ ബലാത്സംഗ പരാതികളുണ്ടായ ബലാത്സംഗ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് MLA ഓഫീസിൽ തുടരുന്നു. MLA ഓഫീസിനകത്തേക്ക് വീണ്ടും കയറി ചെന്നുകൊണ്ട് താൻ ഇതേ MLA ആയി തന്നെ ഇവിടെ തുടരുമെന്ന് വീണ്ടും പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് എല്ലാ തരത്തിലുള്ള ഒത്താശയും മറ്റൊരു വശത്ത് കോൺഗ്രസ് ഒരുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അവർ ആരെയാണോ പുറത്താക്കിയെന്ന് പറയുന്നത് തങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകനല്ല, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ഇനി ഈ കോൺഗ്രസിന് കാരണം വെൽ ഗ്രൂംഡ് ആയിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വോട്ട് ചെയ്യാനെത്തിയിരിക്കുന്നത്. ഓരോ ഒളിവ് ജീവിതത്തിന്റെയും ലക്ഷണമൊന്നും ആ മുഖത്ത് കാണുന്നില്ല. അതായത് കൃത്യമായ സംവിധാനങ്ങൾ, കൃത്യമായ സഹായങ്ങൾ, കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് അനുവദിക്കപ്പെട്ടിരുന്നു. അതായത് ഈ ഒളിവ് ജീവിതത്തിൽ അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസ് മാത്രമല്ല, ഇക്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിനും വലിയൊരു പിഴവെന്നല്ല, അറിഞ്ഞുകൊണ്ട് വരുത്തിയ ഒരു പിഴവ്. ഒരുപക്ഷെ സ്വർണ്ണ കവർച്ച മറച്ചു വെക്കാനും അല്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ടു പോകാനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ രാഹുകാലത്തിൽ തങ്ങളുടെ സ്വർണ്ണ കവർച്ച നൈസായിട്ട് അങ്ങ് മുക്കാമെന്ന് ഈ സംസ്ഥാന സർക്കാരും വിചാരിച്ചു കാണും. അതുകൊണ്ടായിരിക്കണം ഈ രാഹുലിന് ഇത്രത്തോളം അങ്ങ് സംരക്ഷണ കവചം ഈ സംസ്ഥാന സർക്കാരും പോലീസും കൂടി ചേർന്ന് ഒരുക്കുന്നത്. അരുൺ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണെന്ന് വേണം കരുതാൻ. രാഹുൽ ഏതായാലും ഇപ്പോൾ ഈ ഒരു MLA ഓഫീസിനകത്ത് ഒരു മുറിക്കകത്ത് കയറി ഇപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നു. കോൺഗ്രസ്സുകാരനല്ലേ? നിങ്ങളൊരു കോൺഗ്രസ്സുകാരനല്ലേ? ഞാൻ കോൺഗ്രസ്സുകാരനാണ്. അപ്പൊ നിങ്ങൾ ഈ പാർട്ടി പുറത്താക്കിയ ആളെയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇതാവുന്നത് പാർട്ടി വിരുദ്ധമായ നടപടിയല്ലേ? പാലക്കാടിന്റെ MLA കൂടെ വന്നിട്ടുള്ളൂ. പാലക്കാടിന്റെ MLA ആണ് നമ്മുടെ സ്വന്തം രാഹുലേട്ടനാണ്. നമ്മൾ ഇനിയും ഉണ്ടാവും. ഇനി എന്ത് കവചമൊരുക്കും, ഇനിയും കവചമൊരുക്കും. പ്രാദേശിക പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതാണോ? എല്ലാ സുരക്ഷയും ഒരുക്കും, കവചമൊരുക്കും. പാർട്ടി പുറത്താക്കിയ ഒരു MLA പ്രാദേശിക നേതൃത്വത്തിന്റെ തടവിൽ കഴിയും, അങ്ങനെയാണോ? അങ്ങനെയാണോ? രാഹുലേട്ടൻ എല്ലാ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മറുപടി കവചം രാഹുലിന് എല്ലാവിധ പിന്തുണയും കവചം ഒരുക്കുന്നതാണ്. താങ്കൾ കവചം ഒരുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ രാഹുലിനെതിരെ പ്രതിഷേധം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കോ? ജില്ലാ സെക്രട്ടറി ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ടു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയ ഇക്ബാലിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. അതായത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് വീണ്ടും പുറത്താകുന്നു എന്നുള്ളതാണ്. അതായത് പാർട്ടി നടപടി സ്വീകരിച്ചു എന്ന് പറയുന്ന, പുറത്താക്കി എന്ന് പറയുന്ന ഒരു വ്യക്തി MLA, ആ MLAക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും അതേ പാർട്ടി തന്നെ നൽകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും കൃത്യമായിട്ട് തന്നെ പ്രതികരിച്ചത്. രാഹുൽ പാലക്കാടിലെ MLA ആണല്ലോ, അതുകൊണ്ടാണ് കൂടെ ഉണ്ടായിരുന്ന കൂടെ വന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഇക്ബാൽ ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ളത്.
പാലക്കാട് ജില്ലാ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചേർത്ത് പിടിക്കുന്നു. അത് പാലക്കാട് ജില്ലാ സെക്രട്ടറി മാത്രമല്ല, ഈ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞെങ്കിലും സണ്ണി ജോസഫ് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ചയാണ്. എന്തായാലും കോൺഗ്രസിൽ നിന്നും തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും ധൈര്യം ലഭിച്ചതെന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ നൽകിയിട്ടുള്ള ഈ സംരക്ഷണം എന്ന് പറയുന്നത് പാലക്കാട് MLA എന്ന രീതിക്ക് നൽകിയെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഇക്ബാൽ വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന്, യൂത്ത് കോൺഗ്രസിന് ഒന്നും മറുപടിയില്ല. എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഒരു വശത്ത് ഒരുക്കുന്നു, മറുവശത്ത് ലൈംഗിക പീഡന കേസിലെ പ്രതിയായ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഔദ്യോഗിക വാഹനം MLA വാഹനത്തിൽ പാലക്കാടിന്റെ മണ്ണിൽ കാല് കുത്തിയിരിക്കുന്നു. വോട്ട് ചെയ്തിരിക്കുന്നു. ബൊക്കെ നൽകി സ്വീകരിച്ച കോൺഗ്രസ് പ്രവർത്തകർ. ഒപ്പം ഇത്രയും നാൾ രാഹുലിന്റെ പിന്നാലെ ഓടിയിരുന്ന കേരള പോലീസ് രാഹുലിന്റെ മുൻപിൽ നിന്ന് അദ്ദേഹത്തിന് സംരക്ഷണ കവചമൊരുക്കുന്ന കാഴ്ചയാണ് പാലക്കാട് നിന്നും കണ്ടത്. അതിനുശേഷം ചായ കുടിക്കുന്നു, പിന്നീട് MLA ഓഫീസിലെത്തുന്നു, ഫയലുകൾ ഒന്ന് നോക്കുന്നു, അതിനുശേഷം വിശ്രമിക്കാൻ മുറിയിൽ കയറുന്നു. അപ്പോൾ വരുന്നു പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. അതെ, തങ്ങളുടെ നേതാവ് എല്ലാമാണെന്ന് പറയുന്നു. അത് അദ്ദേഹത്തിന്റെ മാത്രം മൗത്ത് പീസ് അല്ല, കോൺഗ്രസിന്റെ മൊത്തം അഭിപ്രായമാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഷാഫി പറമ്പിലിനടക്കം വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. തന്റെ പ്രിയപ്പെട്ട കുഞ്ഞനിയൻ, 2 ബലാത്സംഗ കേസുകളിലെ പ്രതിയായ തന്റെ പൊന്നോമനയായ കുഞ്ഞനിയൻ 5 മണിക്ക് വോട്ട് ചെയ്യാൻ എത്തുമെന്ന് ഷാഫി പറമ്പിലിനടക്കമുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. ഒപ്പം കേരള പോലീസിന് അതിനേക്കാൾ മുൻപ് വിവരം ലഭിച്ചു, അന്വേഷണ സംഘത്തിന് അതിനേക്കാൾ മുൻപ് വിവരം ലഭിച്ചു. കാരണം അന്വേഷണ സംഘം രാഹുലിന്റെ ഇതിലല്ലോ, അന്വേഷണ സംഘത്തിന് പിന്നാലെയാണല്ലോ രാഹുൽ ഓടുന്നത്. എന്തായാലും അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പുകഞ്ഞ കൊള്ളി പുറത്ത് പറഞ്ഞത് കോൺഗ്രസ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ആ പുകഞ്ഞ കൊള്ളി കൃത്യമായി പറഞ്ഞാൽ 4:50 പാലക്കാടെത്തി അവിടുത്തെ ജനങ്ങളെ മുഴുവൻ പുകച്ചിട്ടുണ്ട്. ഇപ്പോൾ MLA ഓഫീസിലുണ്ട് ആ പുകഞ്ഞ കൊള്ളി, കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട പുകഞ്ഞ കൊള്ളി. എന്തായാലും രാഹുലിനെ 2 ബലാത്സംഗ കേസുകളിൽ പ്രതിയായ രാഹുലിനെ ബൊക്കെ നൽകി സ്വീകരിച്ചിരിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവെന്ന പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി പറയുന്നു. ഒപ്പം MLA ഓഫീസിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ, വോട്ട് ചെയ്ത ശേഷം MLA ഓഫീസിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിശ്രമിക്കാൻ മുറിയിൽ കയറി കഥകടയ്ക്കുന്നു. അങ്ങനെ നാടകീയ സംഭവങ്ങൾക്കാണ് ഈ ഒരു സായാഹ്നം കേരളം സാക്ഷിയാകുന്നത്. എന്തായാലും ഇവിടുത്തെ സകല നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. കേരള പോലീസ് ഇത്രയും നാൾ അന്വേഷണം നടന്ന ആ പിടികിട്ട പുള്ളിക്ക് ഇന്ന് സംരക്ഷണം ഒരുക്കുന്ന കേരള പോലീസ്. അങ്ങനെ ഒരുപാട് വെറൈറ്റി കാഴ്ചകളാണ് കേരളം കണ്ടത്. എന്തായാലും അരുൺ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, മുഖ്യമന്ത്രിയൊന്നും ഈ കാഴ്ച കാണുന്നില്ലേ? എവിടെ സ്ത്രീപക്ഷ നിലപാട്? എവിടെ അതിജീവിതയ്ക്കൊപ്പമുള്ള മുഖ്യമന്ത്രി? എവിടെ അതിജീവിതയ്ക്കൊപ്പമുള്ള പ്രതിപക്ഷ നേതാവ്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ അതേ ആഭ്യന്തര വകുപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വോട്ട് ചെയ്യാനെത്തിയപ്പോൾ രാഹുലിന് എല്ലാവിധ പിന്തുണയും നൽകി. മാധ്യമങ്ങൾക്ക് മുൻപിൽ രാഹുൽ പ്രതികരിക്കുന്നതിന് വേണ്ടി, അതായത് രാഹുലിന് എതിരെ മാധ്യമങ്ങൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരുന്നപ്പോൾ രാഹുലിൻ്റെ ഒളിവ്, ഇത്രയും ദിവസം ഒരു MLA ജനപ്രതിനിധി ഒളിവിൽ കഴിയുന്ന അതിനെക്കുറിച്ച് അത് ലജ്ജാകരമായിട്ടുള്ള പ്രവൃത്തിയല്ലേ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ രാഹുലിനെതിരെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്നുൾപ്പെടെ രാഹുലിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോയത് കേരള പോലീസാണ്, ആഭ്യന്തര വകുപ്പാണ് എന്നുള്ളതാണ്. പോലീസ് രാഹുലിന്റെ മുന്നിൽ കവർ ചെയ്ത് നിൽക്കുകയായിരുന്നു. മാധ്യമങ്ങൾക്ക് ഒന്ന് ചോദ്യം ചോദിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ, മാധ്യമങ്ങൾക്കൊന്ന് മൈക്ക് പോലും പോലീസിന്റെ രാഹുലിന്റെ മുന്നിലേക്ക് വെക്കാൻ കഴിയാത്ത തരത്തിൽ പോലീസ് രാഹുലിനെ കവചം തീർക്കുകയായിരുന്നു ആ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്നുള്ളതാണ്. ഏതായാലും ആ മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ഉൾപ്പെടെ പറഞ്ഞത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഏതായാലും മുഖ്യമന്ത്രിക്കൊക്കെ പോലീസിന്റെ ഇത്തരത്തിലുള്ള നടപടിയിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഒപ്പം തന്നെ കോൺഗ്രസ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളുടെ പാർട്ടി പ്രവർത്തകനല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറയുന്ന അതേ കോൺഗ്രസ് ഇന്നിപ്പോൾ ഷാഫി പറമ്പിൽ പാലക്കാട് എത്തി ഷാഫി ഉൾപ്പെടെ പറഞ്ഞത് കോൺഗ്രസുമായി രാഹുലിന് ബന്ധമില്ല എന്നായിരുന്നു. അതേ കോൺഗ്രസ് ആണ് രാഹുൽ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ ഒരു ബൊക്കെ നൽകി സ്വീകരിക്കുകയാണ്. അതായത് 2 യുവതികളുടെ ബലാത്സംഗ കേസിലെ പ്രതിയായ ഒരു വ്യക്തിക്ക് ബൊക്കെ നൽകി സ്വീകരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ MLA ഓഫീസിൽ എത്തിയതിനു ശേഷവും നമ്മൾ
നമ്മൾ കാണുന്ന കാഴ്ച കോൺഗ്രസിന്റെ നേതാക്കൾ, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, അതുപോലെ തന്നെ KSUവിന്റെ ജില്ലാ സെക്രട്ടറി ഇക്ബാൽ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ തരത്തിലുള്ള കവചവും ഈ രാഹുലിന് തീർക്കുന്നു. രാഹുലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഇക്ബാലിനോട് ഉൾപ്പെടെ, അതായത് KSUവിന്റെ ജില്ലാ സെക്രട്ടറി ഇക്ബാലിനോട് ഉൾപ്പെടെ ഈ പാർട്ടി പുറത്താക്കിയ വ്യക്തിയെ എങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ സംരക്ഷിക്കുന്നത്, അപ്പോൾ അത് പാർട്ടി വിരുദ്ധമല്ലേ എന്ന് ചോദിക്കുമ്പോൾ MLA എന്ന നിലയിലാണ് എന്നാണ് പറയുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA ആയി തുടരാം എന്ന് അവർ പറഞ്ഞു വെച്ചതും ഇതേ കാര്യത്തിൽ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലും ഇപ്പോഴും MLA സ്ഥാനം രാജിവെക്കാൻ പറയുകയോ ആവശ്യപ്പെടുകയോ ഒന്നും കൃത്യമായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല പാലക്കാട്ടെ MLA ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം. ജനങ്ങളെ വെല്ലുവിളിച്ചിപ്പോൾ പാലക്കാട്ടെ MLA ഓഫീസിൽ രാഹുൽ വീണ്ടും എത്തിയിരിക്കുന്നു. ഏതായാലും പാലക്കാട്ടെ വോട്ടർമാർ ഉൾപ്പെടെ ഇപ്പോൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു സാഹചര്യമാണ്. കാരണം അവരുടെ MLA ആയിട്ട് ഇപ്പോൾ MLA ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തി ബലാത്സംഗ കേസിൽ 2 ബലാത്സംഗ കേസിൽ ഒരു ഗർഭപാത്രത്തിലിരുന്ന ഒരു കുഞ്ഞിനെ ആ അമ്മയുടെ യാതൊരുവിധ അനുവാദവുമില്ലാതെ ആ സ്ത്രീയെ അത്രത്തോളം വേദനിപ്പിച്ച, അത്രത്തോളം പീഡിപ്പിച്ച, അത്രത്തോളം ഭീഷണിപ്പെടുത്തി ആ കുഞ്ഞിനെ കൊന്നൊടുക്കിയ ഒരു MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒപ്പം 2 പെൺകുട്ടികളെയാണ്, അതിലൊരു പെൺകുട്ടിയെ ഐ വാണ്ട് ടു റേപ്പ് യു എന്ന് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ആ കുട്ടി ശ്വാസം മുട്ടിയിട്ട് പോലും ആ ലൈംഗികപ്പെടുത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറാകാതെ. ഈ ആരോപണങ്ങളൊക്കെ ശരിയാണെങ്കിൽ ഇതൊക്കെ ആ കേസിൽ പറഞ്ഞിരിക്കുന്ന, FIRൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ അരുൺ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ആദ്യം പറഞ്ഞ കാര്യം, ആദ്യത്തെ അതിജീവിതയുടെ ഓഡിയോ സന്ദേശം ഒക്കെ പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ കൊല്ലണം, ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ നീ ആരെന്ന് പറയും, ഞാൻ പറയില്ല എന്നടക്കമുള്ള രാഹുലിന്റെ ഓഡിയോ സന്ദേശങ്ങളൊക്കെ അത് രാഹുലിന്റെ തന്നെയാണെന്ന് എന്തായാലും ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായിരുന്നു. അപ്പോൾ രാഹുൽ കുറ്റം ചെയ്തു എന്നത് എന്തായാലും വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ അത്തരമൊരു ഓഡിയോ സന്ദേശം പുറത്തു വരുമ്പോഴും രാഹുൽ ഇപ്പോൾ പറയുന്നത് താൻ പാലക്കാട് തന്നെ തുടരും, താൻ കുറ്റം ചെയ്തിട്ടില്ല, എല്ലാം കോടതിയിൽ പറയും, സത്യം തെളിയുമെന്ന് തന്നെയാണ്. അപ്പോൾ ഒരു വെല്ലുവിളി തന്നെയല്ലേ ഇദ്ദേഹം ഉയർത്തുന്നത്, പ്രത്യേകിച്ച് ഈ അതിജീവിതമാർക്കെതിരെ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ 14 ദിവസമായിട്ട് ഒളിവിൽ കഴിഞ്ഞ ഒരു വ്യക്തി, ആ വ്യക്തി ഇപ്പോൾ പാലക്കാട് വന്ന് പറയുന്നു താൻ പാലക്കാട്ടെ MLA ആണ്, MLA ആയിട്ട് ഇപ്പോൾ പാലക്കാട് തന്നെ തുടരുമെന്ന്. പൊതുസമൂഹം ഒന്നടങ്കം ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം 2 സ്ത്രീകളുടെ ബലാത്സംഗ കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തി 15 ദിവസത്തോളം ഒളിവിൽ കഴിയുന്നു. ഇതേ MLA ഓഫീസിന് മുന്നിൽ നിന്ന് ഒരു ചുവന്ന പോളോ കാറിൽ ഇവിടെ നിന്നും കടന്നു കളയുന്നു. CCTV ക്യാമറകളില്ലാത്ത വഴികൾ നോക്കി തമിഴ്നാട്ടിലേക്ക് എത്തുന്നു, അവിടെ കാർ ഉപേക്ഷിക്കുന്നു. ആ കാർ ഉപേക്ഷിച്ചതിന് ശേഷം അവിടെ നിന്നും ബാഗലൂർ ഭാഗത്തേക്ക് പോകുന്നു. അതിനുശേഷം തമിഴ്നാട് കർണാടക അതിർത്തിയിൽ ഒളിവിൽ കഴിഞ്ഞ് അവിടെ നിന്നും പിന്നീട് ബംഗളൂരുവിലേക്ക് ഉൾപ്പെടെ ഒളിവ് ജീവിതം മാറ്റുന്നു. ആ ഒളിവ് ജീവിതം എന്നുള്ളത് ഒരു സുഖ ജീവിതമായിരുന്നു രാഹുലിന് എന്നുള്ളത് രാഹുലിൻ്റെ മുഖഭാഷയിൽ നിന്നും രാഹുലിൻ്റെ മുഖത്തു നിന്നൊക്കെ വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒളിവിൽ കഴിഞ്ഞ അതേ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് കൃത്യമായിട്ട് ഒളിവിലിരുന്നു കൊണ്ട് കൃത്യമായി കരുക്കൾ നീക്കി ആദ്യം മുൻകൂർ ജാമ്യാപേക്ഷ വഞ്ചൂർ കോടതിയിൽ കൊടുക്കുന്നു. ആദ്യത്തെ അതിജീവിതയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് വഞ്ചൂരിൽ കൊടുക്കുന്നു. അവിടെ നിന്നും ജാമ്യം നിഷേധിച്ചതോടെ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയാണെങ്കിൽ കൃത്യമായിട്ട് 15-ാം തീയതി വരെ, അതായത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയുള്ള ദിവസങ്ങൾക്ക് മുൻകൂർ ജാമ്യം ഉണ്ടാവില്ല, മുൻകൂർ ജാമ്യം മാറ്റിവെക്കുന്നു, അതിൻ്റെ ആ കേസ് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്നു. ആ സമയത്ത് അറസ്റ്റ് പാടില്ല എന്ന തരത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. മാത്രമല്ല 2ാമത്തെ യുവതിയുടെ പരാതിയിലും സമാന രീതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷയിലാണെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി കാത്തിരുന്നത് പോലീസാണ്, ആഭ്യന്തര വകുപ്പാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് ഈ യുവതി പരാതി നൽകിയ അതേ നിമിഷം ഈ പാലക്കാടുള്ള എല്ലാ മാധ്യമങ്ങളും കൃത്യമായിട്ട് തന്നെ രാഹുൽ പാലക്കാട് കണ്ണാടിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ കൃത്യമായി എത്തിയതായിരുന്നു. മാധ്യമങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ രാഹുൽ അവിടെ നിന്നും സ്ഥലം വിട്ട് പാലക്കാട് നിന്നും രാഹുലിനെ കടന്നു കളയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ അത് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നാണ്, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനുശേഷമാണെങ്കിൽ ഇത്രയേറെ ദിവസം, അതായത് 15 ദിവസത്തോളം രാഹുലിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വൈകിപ്പിച്ച് കൊണ്ടുപോയതും കേരള പോലീസ് തന്നെയാണ്, ആഭ്യന്തര വകുപ്പ് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല രാഹുലിനെതിരെ പുറത്തു വന്നിട്ടുള്ള ഓഡിയോകളും വാട്സപ്പ് ചാറ്റുകളും ടെലഗ്രാം ചാറ്റുകളും ഒക്കെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ, അതായത് ഏതാനും മാസങ്ങൾക്ക് 3-4 മാസം മുൻപ് തന്നെ പോലീസിന് വേണമെങ്കിൽ സൊമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്യാവുന്ന കുറ്റമാണ്. അതായത് നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയാണ് രാഹുൽ ചെയ്തിരിക്കുന്നത്. ഒരു യുവതിക്കാണെങ്കിൽ ഈ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോ മറ്റോ കാര്യങ്ങളോ ഇല്ലാതെ 3-4 മാസത്തിൽ അല്ലെങ്കിൽ 6 മാസത്തിലോ അങ്ങനെ കഴിക്കേണ്ട മരുന്ന്. ദയനീയ അവസ്ഥ കൂടി നമ്മൾ പറയണം. ആ പെൺകുട്ടി 2 തവണയാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്.
2 തവണയാണ് ആ പെൺകുട്ടി മരണത്തിന് തൊട്ടു മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത്. അതും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഈ MLA, ഈ ജനപ്രതിനിധിയെ മൂലം ഇദ്ദേഹം വരുത്തിവെച്ച ചില കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിക്ക് അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് തന്നെ നടക്കേണ്ടി വന്നത്. എന്തായാലും അരുൺ, നമുക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. അതിനുശേഷം ഈ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോകാം. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 4:50. പാലക്കാട്ടിനെ ഇളക്കി മറിച്ചുകൊണ്ട് താരപരിവേഷത്തിൽ ഒരു MLA എത്തി. അദ്ദേഹം ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ. ഗർഭപാത്രത്തിലിരുന്ന ഒരു കുഞ്ഞിനെ അമ്മയുടെ അനുവാദമില്ലാതെ കൊലപ്പെടുത്തിയ ഒരു പെൺകുട്ടിയെ, അവളുടെ അനുവാദമില്ലാതെ റേപ്പ് ചെയ്ത മറ്റൊരു പെൺകുട്ടിയെ മരണത്തിന്റെ മുനമ്പിലേക്ക് തള്ളിവിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇവിടുത്തെ കോൺഗ്രസിന്റെയും കേരള പോലീസിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സഹായത്തോടു കൂടി, അതായത് സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന, സ്ത്രീ സുരക്ഷയെപ്പറ്റി വാചാളരാകുന്ന അതേ കൂട്ടത്തിനിടയിൽ അതേ ആൾക്കാർ തന്നെ സംരക്ഷിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പാലക്കാട് കുന്നത്തൂർമേടിൽ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. അതിനുശേഷം പാലക്കാട് നടന്ന നാടകീയ സംഭവങ്ങൾക്കാണ് രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചത്. അരുൺ ചേരുന്നുണ്ട് അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അരുൺ, വരും ദിവസങ്ങളിൽ മാറി മറിയും കേരളത്തിന്റെ രാഷ്ട്രീയ മുഖം എങ്ങനെ നോക്കിക്കാണുന്നു? എന്തായാലും ഈ സർക്കാർ ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ രാഹുലിന്റെ ഇനി അടുത്ത നീക്കം എന്താകും? പ്രത്യേകിച്ച് താനിനി എങ്ങോട്ടും പോകുന്നില്ല, അതായത് താനിനി എങ്ങോട്ടും മുങ്ങുന്നില്ല, താൻ ഇവിടെ തന്നെ കാണും, പാലക്കാട് തന്നെ കാണുമെന്ന് രാഹുൽ പറഞ്ഞ സാഹചര്യത്തിൽ എങ്ങോട്ടായിരിക്കും ഇനി ഈ കേസിന്റെ നീക്കം? തീർച്ചയായിട്ടും രാഹുൽ താൻ എല്ലാം കോടതിയിൽ പറയാമെന്നാണ് പറയുന്നത്. അതേസമയം രാഹുൽ എങ്ങോട്ടും പോകുന്നില്ല, പാലക്കാട് തന്നെ തുടരുമെന്നുള്ളത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇനിയിപ്പോൾ തിങ്കളാഴ്ച 15-ാം തീയതിയാണ് അടുത്ത കോടതി ഇത് പരിഗണിക്കാൻ പോകുന്നത്. ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത മുങ്ങൽ രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമോ എന്നുള്ളത് സംശയമുണ്ട്. നിലവിൽ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ 10-15 ദിവസത്തെ ഈ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് പാലക്കാട്ടേക്ക് തിരികെ എത്തിയത്. അതും കൃത്യമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കൃത്യമായിട്ട് തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് രാഹുലിന് ആദ്യം വഞ്ചൂർ കോടതിയിൽ സമീപിക്കുന്നു. അവിടെ മുൻകൂർ ജാമ്യം ആദ്യത്തെ ബലാത്സംഗ പരാതിയിൽ നിഷേധിക്കപ്പെടുന്നു. അതിനുശേഷം ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി ആ കേസ് പരിഗണിക്കുന്നതിന് 15-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്നു. അങ്ങനെ 15-ാം തീയതിയിലേക്ക് ആ കേസ് മാറ്റിവെച്ചതിന് ശേഷമാണ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത 2ാമത്തെ പരാതി രാഹുലിനെതിരെ വരുന്നത്. ആ 2ാമത്തെ ബലാത്സംഗ പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ അതിജീവിതയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുന്നു. ഏതായാലും അത്തരത്തിൽ അതിജീവിതയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയതിന് ശേഷം പിന്നീട് പോലീസിന്റെ ഭാഗത്തു നിന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനിരിക്കുകയാണ് അതിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെ മുൻകൂർ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ, അതായത് കോടതിയിൽ നിന്നും എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഒരു വശത്ത് ലഭിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ള വ്യക്തത രാഹുലിന് ലഭിക്കുന്നു. അഥവാ പോലീസ് അറസ്റ്റ് ചെയ്താൽ തന്നെ ജാമ്യത്തിൽ വിടും എന്നുള്ളൊരവസ്ഥ സംജാതമായതിനു ശേഷമാണ് രാഹുൽ പാലക്കാട്ടേക്ക് തിരികെ എത്തുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ 15 ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരു തുമ്പും ലഭിക്കാതിരുന്ന പോലീസ് SIT ഉൾപ്പെടെ രൂപീകരിച്ചിരുന്നു. ആ SIT ഉൾപ്പെടെ രൂപീകരിച്ചിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പിടികിട്ട പുള്ളിയെ പിടിക്കാൻ കഴിയാതിരുന്ന പോലീസ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറത്തിറക്കിയിട്ടും ഒരു വ്യക്തിയെ പിടികൂടാൻ കഴിയാതിരുന്ന പോലീസ്, ആഭ്യന്തര വകുപ്പ്, ഇപ്പോൾ രാഹുൽ എത്തിയ സമയത്ത് രാഹുലിനെ ആ ഒരു സ്കൂളിന് മുന്നിൽ, അതായത് കുന്നത്തൂർമേട് നോർത്ത് സുൽത്താൻപേട്ടയ്ക്ക് സമീപത്തുള്ള സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ, അവിടെയാണ് രാഹുൽ വോട്ട് ചെയ്യാനായിട്ട് എത്തിയത്. കൃത്യം 4:40 രാഹുൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിയത്. രാഹുൽ എത്തിയതിന് പിന്നാലെ എല്ലാ തരത്തിലും രാഹുലിനെ സംരക്ഷണം ഒരുക്കുകയായിരുന്നു പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ രാഹുലിൻ്റെ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും പോലീസ് ഒരുക്കുന്നു. രാഹുലിനെ കവർ ചെയ്ത് മാധ്യമങ്ങൾ രാഹുലിനോട് ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിയാത്ത തരത്തിൽ പോലീസ് രാഹുലിനെ ഒരു കവചമൊരുക്കുകയായിരുന്നു അവിടെ ചെയ്തത്. ഏതായാലും ആ രാഹുലിനെ ഒരു വശത്ത് പോലീസ് സഹായിക്കുന്നു, മറുവശത്താണെങ്കിൽ കോൺഗ്രസ്സുകാർ രാഹുലിൻ്റെ ബൊക്കെ നൽകി സ്വീകരിക്കുന്നു. അതായത് 2 ബലാത്സംഗ കേസുകളിലെ പ്രതിയായ വ്യക്തി, ഈ 2 ബലാത്സംഗ കേസിലെ പ്രതിക്കാണ്
കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ ബൊക്കെ നൽകി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം പാലക്കാട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പാലക്കാട്ടെ വോട്ടർമാരെ ഒന്നടങ്കം വെല്ലുവിളിച്ചുകൊണ്ടാണ് ആ വ്യക്തി ഇപ്പോൾ MLA ഓഫീസിനകത്ത് കയറിയിരിക്കുന്നത് എന്നുള്ളതും പ്രത്യേകത തന്നെയാണ്. ഏതായാലും ജനാധിപത്യ സംവിധാനത്തിൽ തിരികെ വിളിക്കാനുള്ള ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് പാലക്കാട്ടെ ഉത്തരവാദിത്തപ്പെട്ട MLA ആണ്, വിലയേറിയ വോട്ടാണ് വന്ന് രേഖപ്പെടുത്തിയത്. അതായത് ഇത്രയും ദിവസം ഇതിനേക്കാൾ ഒരുപക്ഷെ 2 പെൺകുട്ടികളുടെ ബലാത്സംഗ പരാതിയിൽ യാതൊരുവിധ ഉത്തരവാദിത്തവും കാണിക്കാത്ത അതേ MLA തന്റെ വിലയേറിയ വോട്ട് ഈ ജനാധിപത്യം അതിന്റെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വീകരിച്ചത് ബൊക്കെ നൽകിയാണ് കോൺഗ്രസ്. ഒപ്പം ഈ അന്വേഷണ സംഘം ഇത്രയും നാൾ പിറകെ ഓടുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ. അതൊക്കെ ഒരു നാടകമാണെന്ന് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻപേ ആണ് ഈ പോലീസ് ഓടുന്നത്. എന്തിനാണെന്ന് അറിയാമോ അരുൺ? അയാളെ രക്ഷിക്കാൻ വേണ്ടി, അയാൾക്കൊരു സംരക്ഷണ കവചം ഒരുക്കാൻ. ശരിക്കും ഇത് കോൺഗ്രസിനെ മാത്രമല്ലല്ലോ, സർക്കാരിന്റെ കൂടി ഇരട്ടത്താപ്പല്ലേ അരുൺ ഇതിലൂടെ പുറത്തു വരുന്നത്? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെയും സർക്കാരിന്റെയും ഇരട്ടത്താപ്പ് ഒരേപോലെ പുറത്തായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിച്ചത്. കാരണം ഒരു വശത്ത് പോലീസ് രാഹുലിനെ കവചമൊരുക്കുന്നു, രാഹുലിന്റെ മുന്നിൽ കയറി നിന്ന് മാധ്യമങ്ങൾക്ക് ഒരു ചോദ്യം പോലും ചോദിക്കാൻ കഴിയാത്ത തരത്തിൽ രാഹുലിനെ ആ വോട്ട് ചെയ്യാൻ എത്തിയവിടെ നിന്നും തിരികെ കാറിനുള്ളിൽ കയറ്റി സുരക്ഷിതമായി മടക്കി അയക്കുന്നു എന്നുള്ളതാണ് ഒരു വശത്ത് കാണാൻ കഴിഞ്ഞതെങ്കിൽ മറുവശത്ത് കോൺഗ്രസ് ബൊക്കെ നൽകി രാഹുലിനെ സ്വീകരിക്കുന്നു. അതായത് ബലാത്സംഗ പരാതികളിൽ ഗൗരവമുണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് എന്നുള്ളതായിരുന്നു കോൺഗ്രസ് പറഞ്ഞത്. അതേ കോൺഗ്രസ് ആണ് ഈ രാഹുലിനെ ബൊക്കെ നൽകി സ്വീകരിക്കുന്ന കാഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ഇവിടെ പുറത്തായിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു വശത്ത് വെൽ ഗ്രൂംഡ് ആയിട്ട് മുടിയൊക്കെ വെട്ടി വോട്ട് ചെയ്യാൻ എന്തായാലും മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധ എന്തായാലും തന്നിലേക്കായിരിക്കുമെന്ന് രാഹുലിന് അറിയാലോ. ഒരു സ്റ്റാർ ക്യാമ്പയിനർ ആയിട്ടാണ് ഈ പാലക്കാട് രാഹുൽ ആ പ്രചരണ സമയത്തൊക്കെ നിന്നിരുന്നത്. ഇപ്പോൾ ഇതാ ഈ ഒളിവിൽ പോയതിനു ശേഷം സുഖജീവിതത്തിനൊക്കെ ശേഷം വീണ്ടും അതേ ഒരു താര പരിവേഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ ഇവിടുത്തെ സകല സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുകയല്ലേ. ഒരുപക്ഷെ കോൺഗ്രസിനെ അല്ല, CPM-നെ അല്ല, സർക്കാരിനെ അല്ല, കേരള പോലീസിനെ അല്ല, കേരള ജനതയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിക്കുന്നത്. ഇങ്ങനെ ഒരു MLA നമുക്ക് ആവശ്യമാണോ? എന്തായാലും ഈ MLA സ്ഥാനം ഇദ്ദേഹം ഒഴിയില്ല എന്ന തീർപ്പാണ്, പ്രത്യേകിച്ച് താൻ ഇനി പാലക്കാട് തന്നെ തുടരുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ. ഹലോ, അരുൺ കേൾക്കാമെങ്കിൽ ഇത്രയും നാൾ കോൺഗ്രസ് രാഹുലിന്റെ ഒരു വിഭാഗം കോൺഗ്രസിലെ ഒരു നേതാക്കൾ, മുതിർന്ന നേതാക്കൾ തള്ളിപ്പറഞ്ഞ അതേ നേതാക്കൾ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനൊരു സംരക്ഷണ കവചമൊരുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇദ്ദേഹത്തിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി MLA സ്ഥാനം രാജിവെക്കണമെന്നൊക്കെ പല നേതാക്കളും അഭിപ്രായപ്പെട്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുമെന്ന് തോന്നുന്നില്ല, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണത്തിൽ. കാരണം ഇന്ന് ആദ്യം വന്നത് 15 ദിവസങ്ങൾക്ക് ശേഷം എവിടെ നിന്നാണോ മുങ്ങിയത് അവിടെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പൊങ്ങിയത്. അതായത് MLA ഓഫീസിലെത്തി ഫയലുകൾ പരിശോധിക്കുന്നു. കാരണം ഉത്തരവാദിത്തപ്പെട്ട MLA ആണല്ലോ. 15 ദിവസമായി ജനക്ഷേമ പ്രവർത്തനങ്ങളിലും താൻ ഇടപെടുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ MLA ഓഫീസിലെത്തി അതൊക്കെ ഒന്ന് വിലയിരുത്താമെന്ന രീതിയിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയത്. അതിനുശേഷം വിശ്രമിക്കാൻ പോകുന്നു, ചായ കുടിക്കുന്നു, മാധ്യമങ്ങളോടൊക്കെ ഒരു പുച്ഛമുള്ള ഒരു പുഞ്ചിരി. ഇതൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന ആ ഒരു പ്രതികരണങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇത്രയും സ്വഭാവ വൈകൃതമുള്ള ഒരാളെ കോൺഗ്രസ് സംരക്ഷിക്കില്ല എന്ന നിലപാടെടുക്കുമ്പോഴും അതിനപ്പുറം മറ്റൊരു സ്വഭാവ വൈകൃതം കൂടി അദ്ദേഹത്തിനുണ്ട്. ഇതൊന്നും തന്റെ രോമത്തിൽ പോലും ഏറ്റിട്ടില്ല. അതിജീവിതമാരെയും ഇവിടുത്തെ സകലമാന സ്ത്രീകളെയും സ്ത്രീപക്ഷ നിലപാടിനെ പറ്റിയൊക്കെ വാതോരാതെ സംസാരിച്ചിരുന്ന ഒരു പ്രിയപ്പെട്ട നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം തന്നെ ഇവിടുത്തെ സ്ത്രീ സുരക്ഷയെ വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാടിന്റെ മണ്ണിൽ കാല് കുത്തിരിക്കുന്ന ഒരു കാഴ്ചയല്ലേ അരുൺ നമുക്ക് അവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. രാഹുൽ ഈ MLA സ്ഥാനം രാജിവെക്കാൻ ഏതായാലും ഉദ്ദേശിക്കുന്നേ ഇല്ല എന്നുള്ളത് രാഹുലിൻ്റെ ഇന്നത്തെ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമാണ്. മാത്രമല്ല മറ്റൊരു കാര്യം എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു MLA ഓഫീസിൽ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ടല്ല MLA ഓഫീസിൽ അല്ലെങ്കിൽ പാലക്കാട്ടെ കാര്യങ്ങൾ നോക്കാതെ രാഹുൽ ഉള്ളത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് പാലക്കാട് അനാഥമായി കിടക്കുകയാണെന്ന് വേണം പറയാൻ. കാരണം രാഹുലിനെതിരെ പരാതി വന്ന് പിന്നീട്